रघुनंदन रघुरघुनंदन रघुवर शतयोजन शतशतयोजन शतधियोजन Quickly on to that is Samson. हरिहरिभाजन हरिमदभाजन दशमुख कंपन बड़वाकृत बड़बड़वाकृत बड़बाणलकृत बहुभस्मार्चन जय केतन जय जय केतन जय हय प्रापुन जय विडदापुगने. You know what, if Sanju Samson does not go on to play for India, it is not Sanju Samson's loss. It is actually India's loss. And I hope that Sanju Samson is back the same way as Rohit Sharma has been back and Virat Kohli has been back. I think you're losing out on a talent which probably will be a number one batter in the world in the future if you back him. മഹാഭാരത യുദ്ധത്തിലെ 13-ാം ദിവസം ഒരു 17-കാരൻ ബാലന് സ്വന്തം അച്ഛനും അച്ഛന്റെ സഹോദരങ്ങൾക്കും വേണ്ടി തീർത്തും അസാധ്യമായ, എവിടെ നിന്ന് ആരംഭിച്ചു എവിടെ അവസാനിക്കുന്നു എന്ന് പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പത്മവ്യൂഹം ഭേദിക്കേണ്ടി വരുന്നു. പത്മവ്യൂഹം തകർത്ത് അകത്ത് കയറിയ ആ ബാലന് പക്ഷേ പുറത്തിറങ്ങാനായില്ല. ആ യോദ്ധാവിന്റെ പേര് അഭിമന്യു. ദിവസം നവംബർ 15, 2024. 30 കഴിഞ്ഞ മറ്റൊരു യോദ്ധാവ് സ്വന്തം അച്ഛനു വേണ്ടി ആർത്തു വിളിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ സാക്ഷിയാക്കി മൈതാനത്തിൽ ഇറങ്ങുന്നു. അയാളുടെ പേര് സഞ്ജു വി സാംസൺ. ചക്രവ്യൂഹം പൊളിച്ച് പുറത്തു കടക്കാൻ അഭിമന്യുവിന് ചരിത്രത്തിൽ സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഇയാൾക്ക് സ്വന്തം അച്ഛനു വേണ്ടി ചക്രവ്യൂഹത്തെ തന്നെ മുഴുവനായും തകർക്കാനായിരുന്നു വിധി. പിതൃവാത്സല്യം വഴിയുന്ന ഒരച്ഛന്റെ വായിൽ നിന്നും നെറ്റിയിൽ നിന്നും ഊർന്നു വീഴുന്ന ഒരു വിയർപ്പുതുള്ളി കണക്കെ എന്ന പോലെ തീർത്തും സ്വാഭാവികമായി വീണുപോയ വാക്കുകളെ അത്രമാത്രം ഹീനമായി പരിഹസിക്കപ്പെട്ടപ്പോൾ ഇന്നോളം നിലമ്പൂർ കാട്ടിലെ തേക്കുമരം കണക്കെ ഒലയാത്ത അയാളുടെ മനസ്സിനെ ആ പട്ടിക്കുരച്ചിലുകൾ ഒന്ന് പിടിച്ചു കുലുക്കി. ചക്രവ്യൂഹം ഭേദിച്ച ബാലന് കൗരവപ്പടയെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു എങ്കിൽ ഇവിടെ അയാൾക്ക് നേരിടേണ്ടത് സ്വന്തം പക്ഷത്തെയും എതിർപക്ഷത്തെയും ഒരുപോലെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് അയാളെ കരുത്തരിൽ കരുത്തനാക്കി. 200 എന്ന സ്കോർ ഏത് പിച്ചിലും ദുഷ്കരമാണ് ചേസ് ചെയ്യാൻ എന്ന് കരുതിയ ഒരു തലമുറയെ അയാൾ ക്രീസിലുണ്ടെങ്കിൽ 250-ന് മുകളിൽ ഏത് സ്കോറും സാധ്യമാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. യൂണിവേഴ്സൽ ബോസ് മുതൽ ഹിറ്റ്മാൻ വരെ, മാക്സ്വെൽ മുതൽ ബട്ട്ലർ വരെ, ധോണിയും യുവരാജും ഗിബ്സും ഗല്ലീസും തുടങ്ങിയ അസംഖ്യ മഹാമേരുക്കൾ നിറഞ്ഞാടിയ ലോക ക്രിക്കറ്റിൽ ഇന്നേ വരെ ആർക്കും നേടാനാവാത്ത റെക്കോർഡുകളാണ് അയാൾ ഈ 2 മാസം കൊണ്ട് നേടിയെടുത്തത്. 20 വർഷത്തോളമായി T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ് നിലവിൽ വന്നിട്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ കുട്ടി ക്രിക്കറ്റിന്റെ ഏറ്റവും മാരകമായ പുതിയ വേർഷൻ ഉണ്ടായത് 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ക്രൂരമായ അവഗണനകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മറ്റൊരു അഭിമന്യുവിന് ചരിത്രത്തിൽ പിറവിയൊരുക്കുകയായിരുന്നു. ആദ്യ ഓവറിൽ നിങ്ങൾക്ക് അയാളെ പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള 9 പേരെ എത്രയും വേഗം പുറത്താക്കാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഈ വിശാലമായ പരന്നു പടർന്നു കിടക്കുന്ന ഭൂമിയിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന മലയാളിക്കുള്ള ഏക മേൽവിലാസം എന്നത് സഞ്ജു സാംസന്റെ നാട്ടുകാരൻ എന്നതായിരിക്കും. ഷോർട്ട് പിച്ച് ബോളുകൾ എന്നും ഇന്ത്യൻ ബാറ്റർമാർക്ക് തലവേദനയായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു ബൗളർ ആണെങ്കിൽ അയാൾക്കെതിരെ ഷോർട്ട് ബോളുകൾ എറിയാതിരിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. ചരിത്രത്തിൽ ഇടം പിടിക്കാനല്ല അയാളുടെ പടയോട്ടം, പുതുചരിത്രം സൃഷ്ടിക്കാനാണ് അയാളുടെ യോഗം. നെഞ്ചുലയ്ക്കുന്ന ഒറ്റപ്പെടുത്തലും അനാഥത്വവുമായിരിക്കാം ഒറ്റയാനെ പോലും ഇത്രമാത്രം വന്യമാക്കുന്നത്. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ വിഷയാമ്പുകൾക്ക് മറുപടിയായി അസ്ത്രം പറ്റാത്ത ആവനാഴിയുമായി അയാൾ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ എന്നും ഉണ്ടാവും.